ഹായ്, സുഖല്ലേ? ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാൻ പോണ വിഷയം ഒരുപക്ഷെ നിങ്ങൾക്ക് കേട്ടും കണ്ടും മടുത്ത വിഷയമാണെങ്കിൽ കൂടി ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇവരുടെ യഥാർത്ഥ കള്ളക്കളി എന്താണെന്നും കള്ളത്തരം എന്താണെന്നുള്ളതും ഇവരെ വീഡിയോ തന്നെ ഞങ്ങൾക്ക് കണ്ടുപിടിച്ചു തരാം. ഈ വീഡിയോ കുറച്ച് ലോങ് ആട്ടോ. അതെന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുക്കി ഞാൻ പറഞ്ഞിട്ട് പോലും ഈ വീഡിയോക്ക് കുറച്ച് ലെങ്ത് വന്നു. ഈ വിഷയം അത്രക്കും കാര്യഗൗരവമായിട്ട് നിങ്ങൾ കാണും വേണം. അറിയാവുന്നതോ അല്ലെങ്കിൽ എത്തിക്കാൻ പറ്റുന്ന നിയമപാലകരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലി അറിയുന്നെങ്കിൽ ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന വിഷയം അവരെ ഒന്ന് പറഞ്ഞ് ബോധിപ്പിക്കുക. ഇത് നമ്മൾ ഒരുപാട് പേടിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ഒരു ട്രെൻഡിങ്ങാന്ന് പറഞ്ഞ് നടക്കുന്നത്. എന്താ വിഷയം എന്നല്ലേ? ഒരുമിച്ച് റൂമിൽ കിടന്ന് ഭക്ഷണം കഴിച്ച് എല്ലാ രഹസ്യങ്ങളും പരസ്പരം വിശ്വാസത്തോടെ പങ്കുവെച്ചിട്ട് ചെറിയ എന്തെങ്കിലും ഒരു വിഷയം ഇവർക്കിടയിൽ വരുമ്പോൾ അതങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി തേക്കുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മുമ്പത്തെ കാലഘട്ടങ്ങളിലൊക്കെ അതിനെ നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു. ഇത് അവതരിപ്പിക്കുമ്പോൾ അല്ലെ ഇത് അറിയിക്കുമ്പോൾ ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ വിഷയങ്ങൾ നമുക്ക് നേരെ തന്നെ തിരിഞ്ഞു വരിക എന്നുള്ളത്. 100% ഈ പറയുന്നതും ഈ പോസ്റ്റ് ചെയ്യുന്നവനും ഈ വെല്ലുവിളിക്കുന്നവന്റെ കയ്യിൽ തെറ്റുണ്ടായിട്ട് പോലും അവൻ അതിനെ ഭയക്കുന്നില്ല. അതിന്റെ റീസൺ എന്താ അറിയോ? നമ്മുടെ നിയമത്തിന് ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നുള്ളൊരു വിട്ടുവീഴ്ച ഉണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ നടക്കുന്ന ഈ ദിയാസനയും സജനയും തമ്മിലുള്ള വിഷയം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര തെളിവും ഡേറ്റും ടൈമും എല്ലാം കറക്റ്റ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടാണ് ഇവർ പരസ്പരം വെല്ലുവിളിക്കുന്നത്. ഞാൻ വരാം, എവിടെ വേണമെങ്കിലും വന്നിട്ട് എൻ്റെ ബ്ലഡോ മുടിയോ എന്താ വേണ്ടത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഈ 2 വീഡിയോ ഉണ്ടല്ലോ, അത് കുറച്ച് കാര്യഗൗരവമുള്ള വീഡിയോ ആണ്. ഒരുപാട് ചിന്തിക്കേണ്ടതും പേടിക്കേണ്ടതുമായ ഒരു വിഷയം കൂടിയാണ്. ഈ 2 വീഡിയോ കണ്ട നിങ്ങൾക്കത് മനസ്സിലാവും. സജനാൻറ്റി, ദിയാൻറ്റി ഇവരതിൽ കാണിച്ച കള്ളത്തരങ്ങളും അതിൽ തന്നെ ഉണ്ട്. ആദ്യം നമുക്ക് സജനാന്റെ വീഡിയോ ഒന്ന് കാണാം. ഒന്ന് കണ്ടോക്കെ. പിന്നെ ദിയ, നീ പല പല വോയിസ് റെക്കോർഡ് കൊണ്ടുവരും. കാരണം എന്തിനാ? ദിയയുടെ MDMന്റെ കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ പറയുന്നു ദിയ, നീ എത്ര വോയിസ് റെക്കോർഡ് കൊണ്ടുവന്നാലും സബ്ജക്റ്റ് മാറ്റണ്ട. നീ ഇപ്പൊ വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞല്ലോ, എവിടെ ഏതൊക്കെയോ വീട് ഞാനൊന്നും കാണാൻ നിന്നില്ല, കാരണം ഇച്ചിരി ബിസി ആയിപ്പോയി. അപ്പം ദിയ എവിടേക്കോ പറഞ്ഞു എന്ന് പറഞ്ഞു, അവള് വരാം, ചെക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞു. എന്റെ ദിയ, ഇത് ഞാൻ നാട്ടുകാരെ കേൾപ്പിക്കാനല്ല ഇത് പറയുന്നത്. ദിയ, നിന്നെ മനസ്സിലാക്കാൻ നീ ഏതൊക്കെ രീതി മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നു എന്നുള്ള തെളിവാണ്. 2 ദിവസം മുന്നേ ദിയ ഏതൊരു ഡോക്ടറെ വിളിച്ചിട്ട് 3 മാസം മുന്നേ ഒരു സാധനം ഇങ്ങനെ നടന്നത്, അത് ബോഡി കാണുമോ, ചെക്കപ്പ് ചെയ്ത് ഞാൻ കാണുമോ എന്നൊരു കാര്യം ചോദിച്ചത്, അത് എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട് ദിയ. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന ടെസ്റ്റ് ചെയ്യാം ഉടനെ തന്നെ. ഈ പറഞ്ഞ വാക്ക് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എടി വീണ്ടും 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 ഞാൻ പറയുക, നീ വന്ന് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ മോളെ ഞാൻ നിന്നെ മരണം വരെ വെറുതെ വിടത്തില്ല. കേട്ടോ നിങ്ങളെ സജന പറഞ്ഞത്? ഇതിൽ തന്നെ ഒരു എന്താ പറയാ പൊരുത്തക്കേടുണ്ട്. അതായത് ഈ സജന എന്താ പറയുന്ന അറിയോ? ആദ്യം പറഞ്ഞത് ഇവള് നിരന്തരം ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, മറ്റേ MDMA അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ ദിയാസന എന്ന് പറയുന്നത്. അവൾ തന്നെ പറയുന്നു ഈ ദിയാസന 3 മാസം മുമ്പ് മറ്റേ യൂസ് ചെയ്തത് കാണുമോ, ശരീരത്തിൽ നിന്ന് കിട്ടുമോ എന്ന് ഒരു ഡോക്ടറെ വിളിച്ചിട്ട് സംശയം ചോദിച്ചു എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 മാസം മുമ്പാണോ ഇവള് യൂസ് ചെയ്തിരിക്കണേ? ഇവളിതിന് അഡിക്റ്റ് അല്ലേ സജന? അപ്പോൾ സജന തന്നെ പറഞ്ഞത് അവള് ഭയങ്കര അഡിക്റ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഈ സജന പറഞ്ഞതിന് മറുപടി ആയിട്ട് ദിയാസന അതൊന്ന് തെളിയിക്കാൻ നടക്കുന്നുണ്ട്. അതാണ് ആയിരിക്കും ഏറ്റവും വലിയ കോമഡി. ആര് പറഞ്ഞെടുത്ത ബുദ്ധിയാണെന്നാവോ? ഇവറ്റ രണ്ടും കണക്കാണ് ഇക്കാര്യത്തിൽ. നിങ്ങൾക്ക് ഞാൻ ദിയാസന അത് തെളിയിച്ച രൂപല്ലേ, അതൊന്ന് ഫാസ്റ്റ് ആക്കിയിട്ട് ഒന്ന് കാണിച്ചു തരാം. ഒന്ന് കണ്ടോക്കെ. ഹലോ, ഹായ് എവരിവൺ. ഞാനിപ്പോൾ ഉള്ളത് വെഞ്ഞാറമൂടുള്ള സ്നേഹസ്പർശം എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. സജനയ്ക്ക് ഈ സ്ഥലം അറിയായിരിക്കുമല്ലേ? സജന അറിയില്ല എന്ന് പറയരുത്, സജനയ്ക്ക് പ്രത്യേകം അറിയാം ഈ സ്ഥലം. കാരണം സജന ഇവിടെ വന്നിട്ടുണ്ട്, സജന ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാനസികാരോഗ്യം വെല്ലുവിളികളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് അമ്മമാർ നിൽക്കുന്ന സ്ഥലമാണ്. ഇതിന്റെ നടത്തിപ്പുകാരെന്ന് പറയുന്നത് ജലീലിക്കയും സുജിയാണ്. അപ്പോഴേ ബാക്കി കാര്യങ്ങൾ അവർ പറയും. എന്റെ വീട്ടിൽ വന്ന് ദിയാസന ഫെബ്രുവരി 15-ന് ഫെബ്രുവരി 15-ാം തീയതി 12-നും 12:30-ക്കും 1 മണിക്ക് ഇടയ്ക്കാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. കാരണം എന്തോ ഇനി ഈ അമ്മമാരുടെ പ്രാർത്ഥനയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബാക്കി കാര്യങ്ങളെല്ലാം ഇക്ക പറയും. എന്റെ പേര് ജലീലെന്നാണ്. നല്ല പേര്. സൈക്കോസോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ നടത്തുന്ന ആളാണ്. ഇന്ന് പുലർച്ചയോടുകൂടി ഞാൻ ഈ സജിനാന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ദിയാസനയുടെ വാട്സപ്പിലേക്ക് നോക്കിയപ്പോൾ ഓൺലൈൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ
ഉടനെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ദിയാസന ഈ 2-ാം മാസം 2 പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം വന്നിട്ട് ഏകദേശം പിന്നെ ഒരു ദിവസം ഫുള്ള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അന്ന് എറണാകുളത്ത് മറ്റോ പോകാനുണ്ട് വരുന്ന. ഞാനതല്ല ആലോചിക്കണേ, ഇയാളെ ദൃശ്യത്തിന് കഥ എഴുതിയാവോ? അതേ സാക്ഷി, അതേ എന്താ പറയാ, ആർക്കും ഒരു പിടുത്തം കിട്ടാത്ത മൂപ്പര് നിന്ന് പറയണുണ്ടോ ഇത് ഒരു ദിവസം ഫുള്ള് ഞങ്ങളെ പിന്നാലെ ഉണ്ടായിരുന്നിട്ടോ? ആരെങ്കിലും ചോദിച്ചോ അത്? എന്നാണ് പറയുന്നേ. ഏത് നീ ഇങ്ങോട്ട് ചോദിക്കണതിന്റെ മുന്നേ തന്നെ പറയാ. എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചത് അതുപോലെ തന്നെ പറയുന്നുണ്ട്. ട്വിസ്റ്റ് ഇതൊന്നും അല്ല. എന്താ പറയാ, വൈകുന്നേരം വരെ മറ്റേ വെള്ളം കോരിയിട്ട് വൈകുന്നേരത്ത് കലങ്ങട്ട് പൊട്ടിച്ചു പറയില്ലേ, ആ ഐറ്റാണ്. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കണ്ടോ, ബാക്കി പറ. എന്തോ ഡിലേ ആണെന്നോ ഒക്കെ പറഞ്ഞു. അത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. 2-ാം മാസം 15-ാം തീയതി പിന്നെ ദിയാസന വന്നതിന്റെ വീഡിയോ എന്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പൊ മനസ്സിലാവും സജന ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, സജന എന്നെ വെല്ലുവിളിച്ചത് 15-ാം തീയതി 12 മണിക്കും 1 മണിക്കും ഇടയിൽ എന്റെ ബ്ലഡ് ടെസ്റ്റോ മുടി ടെസ്റ്റോ എന്നെ ഗവൺമെന്റോ സർക്കാരോ നാട്ടുകാരോ ക്രൂശിച്ച് അടിച്ച് ഇടിച്ച് എന്നെ ഉപദ്രവിച്ച് എന്നെ കൊന്നു കളഞ്ഞ് ഏതെങ്കിലും രീതിയിൽ പരിശോധന നടത്താനാണ്. ഞാൻ പരിശോധിക്കാൻ ഇപ്പോഴും വില്ലിങ്ങാണ്. പക്ഷെ ഒരു കാര്യം പറയാണ്, അവള് വിളിച്ച ആ ദിവസവും ആ സമയവും ഒക്കെ ഞാൻ നിങ്ങളെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ഇത് ചിലപ്പോൾ ഈ ഇവിടുത്തെ അമ്മമാരുടെ ഒരു പ്രാർത്ഥനയായിരിക്കാം ഇതെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഞാൻ അത്രയും ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇത് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോഴേ റസൂൽ പൂക്കുട്ടി ഇതില് ഒരു കോമഡി കൂടി ഉണ്ട്, ഇതിന് പറഞ്ഞു കഴിയട്ടെ. സജനയും തമ്മിലുള്ള വിഷയം നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഈ ചർച്ച മറയ്ക്കാൻ വേണ്ടിയിട്ട് ദിയാസനയുടെ മേലിൽ ഒരു വലിയൊരു അലിഗേഷൻ. എനിക്കും കുടുംബമുണ്ട്, എന്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഞാൻ സഹായിച്ചതിന്റെ പേരിലാണ് ഞാൻ ഈ പഴി മുഴുവൻ കേൾക്കുന്നത്. ഞാൻ 2-3 എന്തൊക്കെ വർത്താനജ് പറയണേ. എനിക്കൊണ്ട് കുടുംബം ഓലിങ്ങനെ പറഞ്ഞ് ഓല ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്നെ കുറിച്ചിട്ട് മോശമായിട്ടുള്ള ചിന്താഗതി വരും. എന്താണ് എന്നെ കുറിച്ച് അവർ വിചാരിക്കുക? ഒരു മോശം പെണ്ണല്ലേ? എന്താ ഇതൊക്കെ കേൾക്കണത്? നല്ല ചൂരലെടുത്തിട്ട് അടുത്ത് നല്ല പൂശ ഇട്ടെന്നൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ? എനിക്ക് മനസ്സിലായി. നല്ല പേടിയുണ്ട് വീട്ടുകാര്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത് പ്രമോഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അത് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ വെക്കാം. ആദ്യം ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് പറയാം. ദിവസമായി പലരും വന്ന് എൻ്റെ അടുത്ത് പല രീതിയിൽ സംസാരിക്കുന്നു. എനിക്ക് പ്രശ്നമില്ല, കാരണം ഞാൻ ഇതുപോലുള്ള വലിയ 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 പ്രതിസന്ധികൾ കടന്നു വന്നവൾ തന്നെയാണ്. എന്നെ കൂട്ടിക്കൊടുപ്പുകാരി, മറ്റവള്, വേശ്യ, ഈ സമൂഹത്തിന് ഒന്നിനും കൊള്ളാത്തവള്, അങ്ങനത്തവള്, ഇങ്ങനത്തവള്, ഇതൊക്കെ ഞാൻ കുറേ വർഷങ്ങളായി കേൾക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇനിയുള്ളത് ഭയങ്കര ട്വിസ്റ്റാ, പേരും ട്വിസ്റ്റാ. നിങ്ങൾ വിശ്വസിക്കൂല എന്നാ കേട്ടോ, സത്യാണ്. ആരാ ഇരിക്കണ മനസ്സിലായോ നിങ്ങൾക്ക്? വേണ്ട ആണ് പറഞ്ഞു കൊടുത്താ. പിന്നെ എന്റെ ഫേസ്ബുക്കിന്റെ അടിയിൽ ഒരുപാട് സംഘപരിവാർ അജണ്ടകളോട് കൂടിയ ആളുകൾ വന്ന് എന്നെ അങ്ങ് ആക്രമിച്ച്, ഒരു മുസ്ലിം സ്ത്രീ ആയതിന്റെ പേരിൽ എന്നെ അങ്ങ് ആക്രമിച്ച്, എന്റെ മതത്തെ വച്ചിട്ട് എന്നെ ആക്രമിച്ച് എന്നെ ഇല്ലാതാക്കുന്ന തരത്തില് നിങ്ങൾ എന്റെ ജെൻഡറിനെ, എന്റെ സെക്ഷുവാലിറ്റിയെ, ഞാനെന്ന് പറയുന്ന വ്യക്തിത്വത്തെ, ഞാനൊരു കാര്യം പറയാം, ഞാൻ എവിടെയും തോറ്റു പിന്മാറി പോകുന്ന ഒരാളല്ല. ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും. എന്റെ മടിയിൽ കനമില്ല. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് സമൂഹത്തിന്റെ ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. പക്ഷെ എനിക്കിതിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. സജിന ചെയ്തുകൊണ്ടിരിക്കുന്നത്, സജിന ചെയ്തത് ഒരിക്കലും മറക്കുകയില്ല. ഞാൻ അതിന്റെ പുറകിൽ നിന്ന് ഇനി എന്നെ കൊന്നു കളഞ്ഞാൽ പോലും ഞാൻ പിന്മാറത്തുമില്ല. സജിനയുടെ റസൂൽ പൂക്കുട്ടിയുടെ കഥ ഒരിക്കലും അവസാനിക്കാനും പോകുന്നില്ല. അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് ചെറുതൊന്നുമല്ല, ഇനി വലുത് 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 വരാനിരിക്കുന്നതേ ഉള്ളൂ. എനിക്കിത് പ്രൂവ് ചെയ്യണമായിരുന്നു ഗൈസ്. എന്റെ സംസാരത്തിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഇറിറ്റേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്റെ മാത്രം ഒരു പ്രശ്നമാണ്. അത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. വെൽക്കം തോമസ്. എന്താ ഇപ്പൊ ഓള് പറഞ്ഞതിന്റെ മനസ്സിലായോ? സംഭവത്തോളെ കുറിച്ചിട്ട് ഓളൊരു മുസ്ലിമായി ജനിച്ചിട്ട് ഈമാനോട് കൂടി നടക്കുന്ന ഒരു പെണ്ണായോണ്ട് സംഘികൾക്കൊക്കെ ഓളോട് അസൂയന് തോന്നി. ആലോചിച്ച് നോക്കണം നിങ്ങള്. മുസ്ലിം എന്റെ മതത്തിന് വരെ പറഞ്ഞു. കേൾക്കണം നിങ്ങള്. ഇവരൊക്കെ കണ്ണി കണ്ട തമ്മാടിത്തരങ്ങൾ മുഴുവൻ ചെയ്ത് കൂട്ടിയിട്ട് അവസാനം ഇതിന്ന് പിടി വീണൂന്ന് കണ്ട ഇവലെടുക്കുന്ന ട്രിക്കാണ്. എന്താ അറിയോ? എന്റെ മതത്തിനെ പറഞ്ഞു. ഞാനൊരു മുസ്ലിം ആയത് കൊണ്ടാണ്. ഇവരൊന്നും പള്ളിക്കൊന്നും നീച്ചില്ല, അല്ലെങ്കിൽ നിസ്കാരപ്പായി നീച്ചാത്ത ആളുകളാ. ഓലൊക്കെ വിളിച്ചിട്ട് മറ്റേ മുസ്ലിങ്ങൾ മതീന്ന് പറയാനും ഓലൊക്കെ അല്ലെങ്കിൽ മുസ്ലിമിന്റെ പേരും പറഞ്ഞ ഓലിക്കുണ്ടല്ലോ, സത്യം പറഞ്ഞ നിന്നോടത്ത് നിന്ന് ഒരിക്കലും തീരും. ഇങ്ങനത്തെ മതത്തിനെ സ്നേഹിച്ചനുസരിച്ച് ജീവിക്കുന്ന പെണ്ണുങ്ങളല്ലേ. രണ്ടാമത്തത് പിന്നെ ഈ ജസ്ന സലീം
മൂന്നാമത്തത് ഇപ്പൊ ഈ ദിയാസന എന്തൊരു ഈമാലിലെ കുട്ടികളാ അവര് മൂന്നാളും ഒന്ന് ആലോചിച്ച് നോക്കാം. പടച്ചോൻ എന്താ പറഞ്ഞ് അതങ്ങനെ അനുസരിച്ച് ജീവിച്ചിന മറ്റേ പെണ്ണുങ്ങളാകൊണ്ടാണോ എടാ സംഖ്യകളെ നിങ്ങൾ ഇങ്ങനെ പോലെ അങ്ങനെ മതപ്രാന്തന്മാരും മറ്റേ എന്താ സുഡാപ്പികളൊക്കെ ആക്കണത്? നാണോ മാനോ ഉണ്ടോ? സമൂഹത്തിൽ നേരംഗത്തിൽ ജീവിച്ചാനൊരു കോലമല്ലേ ഇവറ്റൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. എന്ത് വിഷയം വരണില്ല ആദ്യം മതം മറ്റേ മതക്കാരി അതാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ കൂടെയാണ് പെയ്ക്കോളും. അടിപൊളി പരിപാടിയാണ്. എന്തായാലും ഇതിനൊക്കെ മനസ്സിലായത് എന്താ വെച്ചാൽ ദിയാസന മാക്സിമം കടന്ന് മെഴുകുന്നുണ്ട്. ഒരു പക്ഷെ എൻ്റെ പേരിൽ അവള് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇന്നെ കുറിച്ചിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് പലതരത്തിലും ഇറക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർക്കുള്ളത് സ്പെഷ്യലായിട്ടുള്ളൊരു കേസ് വേറെ വരുന്നുണ്ട് എന്ന്. കേസ് കൊടുക്കുകയാണെങ്കിൽ ഇവള് കേസ് കൊടുത്തിട്ടെ അങ്ങനെയെങ്കിലും നമ്മളെയൊക്കെ നാലാളെന്ന് അറിയട്ടെ. ഇവർ ഇത്രയും അക്രമം കാണിച്ചിട്ട് ഫേമസ് ആയി നടക്കല്ലേ, അതുകൊണ്ട് അവളാണ് കൊടുക്കട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എൻ്റെ പേരിൽ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ ഇനി കേസ് കൊടുക്കാനെന്നുള്ളത്. കാരണം എന്താ അറിയോ, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുക എന്നുള്ളത് ഇവരെ രീതിയാണ്. ഈ മറ്റേ ദിയാസന ഇപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, നെഞ്ഞു പൊട്ടണു, കരയുന്നു എല്ലാം. എന്നാൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രമോഷൻ വീഡിയോ ഇവളെ ഏത് രീതിക്ക് ചെയ്യുന്ന ആളാണ് അറിയോ? എല്ലാതും അങ്ങനെ ചെയ്യുന്നതാണ്. അങ്ങനെ സംസാരിച്ചിരുന്നതും മറുപടി കൊടുത്തിരുന്ന ഒരു ദിയാസന ഇപ്പൊ വിങ്ങി പൊട്ടണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഒരു കഴമ്പില്ലേ ഇതിൻ്റെ അകത്ത്. ഞാൻ ഒരു വീഡിയോ ഇപ്പം നമുക്ക് കാണിച്ചുതരാം, ഒന്ന് കണ്ടോക്കാം. അതായത് നല്ല കുടുംബത്തില് ജനിച്ച് കുടുംബത്തിനെ പേടിച്ച് ജീവിക്കുന്ന, അതായത് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ കുടുംബങ്ങളുടെ മുഖത്ത് നോക്കും എന്ന് ഭയത്തോട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ ദിയാസന എന്നാണ് പോള് പറയുന്നത്. നമുക്കും അത് സമ്മതിച്ചു കൊടുക്കാം. ഇന്ന് ഇത്രയും സംസ്കാരം സഹതാപം മര്യാദയുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു ചെറിയ പ്രമോഷൻ വീഡിയോ കാണിച്ചുതരാം, ഒന്ന് കണ്ടോക്കാം. എങ്ങനെയുണ്ട് ഗായ്സ് എൻ്റെ മുടി മുറിച്ചത്? കുറേ എണ്ണത്തിന് ഭയങ്കര ചൊറി കടി. എന്ത് ചെയ്യാനാ, എൻ്റെ ഒരു കാര്യം. ഓ മൈ ഗാഡ്. പിന്നെ ഇത് ഫെമിന ഫെരിഗാമോ ഹെയർ സ്റ്റൈൽ ഇതാണ് പുതുതായിട്ട്. എങ്ങനെയുണ്ട്? ഒരു പ്രമോഷൻ വീഡിയോ ആണ്. എത്ര ലളിതമായി കുടുംബത്തിൽ പറഞ്ഞ് നല്ല ദീനുള്ള ഒരു പ്രമോഷൻ വീഡിയോ അല്ലേ ഇപ്പം നിങ്ങൾ കണ്ടത്? അപ്പം അതാ പറയണത്. എന്ത് ഓളെ ജെൻഡറിനെ പറഞ്ഞു, ഓളെ മതത്തിനെ പറഞ്ഞു, ഓളെ ജിഹാദി എന്ന് വിളിച്ചു. അതിലൊക്കെ ഓളിപ്പോ നെഞ്ഞ് പൊട്ടി നിൽക്കുക. മാത്രമല്ല ഇവളെന്നെ ഇപ്പം ഇന്നലത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് എന്ത്, ഈ സജിനയായിട്ട് ഉള്ള വീഡിയോസ് ഇനി ചെയ്യണ്ട എന്ന് എൻ്റെ ഫ്രണ്ട്സുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ വാക്കിനെ ഞാൻ മാനിക്കുന്നു എന്നുള്ളത്. ഇവള് ബസ് കയറിയിട്ട് ആ ചെങ്ങായിനെ തല്ലിയ സമയത്ത് ഇവളെ കുടുംബക്കാരൊക്കെ എവിടെയിരുന്നു? ടൂർ വയ്ക്കായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു പ്രമോഷൻ വീഡിയോ ചെയ്ത രൂപം ഭാഷ നിങ്ങൾ കേട്ടില്ലേ? ഇങ്ങനത്തെ എത്ര വിഷയമുണ്ട് ഈ ദിയാസനയുടെ ഈ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നു. ആർക്കെങ്കിലും ഒരാൾക്കോള് താന്നു കൊടുത്തുക്കണോ? ആരോടെങ്കിലും അവളൊരു മര്യാദയോടെ സംസാരിച്ചതായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടുക്കണോ? അവളാണ് ഇപ്പൊ ഈ സജിനാന്റെ വിഷയം വന്നപ്പോ പറയുന്നത്, പിന്നെ എന്റെ കുടുംബക്കാരൊക്കെ കണ്ട മോശമല്ലേ, ഞാൻ ഇതിനെ കുറിച്ച് എന്താ പോലും വിചാരിച്ച, അതുകൊണ്ടാണ് ഞാൻ കേട്ടോ, അല്ലാതെ വെച്ച് പേടിയായിട്ടോ ഞാൻ തെറ്റുകാരിയായിട്ടോ അല്ല, ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് മറ്റേ ചെക്കപ്പിനോ എന്തിനു വേണമെങ്കിലും റെഡിയാണെന്ന്. അതേപോലെ ഓളോട് സജ്നാനോട് മറ്റേ ദിയ ചെല്ലാനും ഇവല്ലാണ്ട് അതാ വരുന്നു, ഇതാ ഞാൻ ഓട്ടോറിക്ഷ എടുത്തു, ഇതാ ഞാൻ ബസ്സിന് കയ്യാട്ടിക്കണു, ഇതാ പോരുന്നു എന്ന് പറയലെടുത്തിട്ട് ഇപ്പൊ 2 ദിവസം അയക്കണു. എന്നാ ഇവര് തമ്മിൽ ഇത് ചെക്ക് ചെയ്യോ? അല്ലെ ഇവര് തമ്മിൽ കാണുമോ? ഇല്ല. അതിനാണ് ഞാൻ പറഞ്ഞത്, ആദ്യം ഏതെങ്കിലും ഒരു നിയമപാലകനോട് ഈ വിഷയം അവതരിപ്പിച്ചിട്ട് ഇവരെ രണ്ടാൾ ഇതിന് ചെക്കപ്പിന് ഒന്ന് മറ്റേ ഏതെങ്കിലും എവിടെയാണോ ഏറ്റവും ബെറ്റർ അവിടെ കൊണ്ടുപോയിട്ട് ചെക്കപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തയ്യാറാക്കുക, സത്യങ്ങൾ പുറത്തു വരിക. അതല്ല ഇതിങ്ങനെ വിട്ടുകഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയോ? നാളെ ഇതേ പാത തന്നെ പുതിയ ആളുകൾ സ്വീകരിക്കാൻ തുടങ്ങും. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോഴത്തെ ഓരോ മരണ വാർത്ത കേട്ട് കഴിഞ്ഞാൽ എന്തിനാ മരിച്ചതെന്നും അറിയില്ല, എന്തിനാ കൊന്നതെന്നും അറിയില്ല. അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലുള്ള നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാണ് ഇത്രയും വലിയൊരു മറ്റേ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്നിട്ട് ഒരു പേടിയില്ലാതെ നിനക്കുള്ള തെളിവ് ഞാൻ തരാം, നീ ചെയ്തതിന്റെ തെളിവ് ഞാൻ തരാം, എൻ്റെ അടുത്തുണ്ട്, എല്ലാ എവിഡൻസും എൻ്റെ അടുത്തുണ്ട് എന്ന്. അപ്പൊ അതിന് പകരമായിട്ട് അവളും ഞാനും തരാം, എവിടെ വേണമെങ്കിലും ഹാജരാക്കാൻ റെഡിയാണ് എന്ന്. ഇതൊക്കെ ഇവർ സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ മറ്റേ ആഭ്യന്തരമന്ത്രി ചെന്നിത്തല സാറിനോടാണ് പറയുന്നത്, ഈ ഒരു വിഷയം പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കാര്യഗൗരവത്തിലെടുത്തിട്ട് രണ്ടുപേരെയും ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊന്ന് നിങ്ങളൊന്ന് ഫാസ്റ്റ് ആക്കണം. മാത്രമല്ല ഇവർ പറഞ്ഞ ഈ 2 നുണയും നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായില്ലേ? അതായത് അവളാ മറ്റേ ബുക്കിൽ ഒരു പക്ക ക്രിയേറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്ത് വെച്ചെങ്കിൽ അതൊന്ന് പിന്നെ നിങ്ങൾ കമൻ്റ് എഴുതണം. പിന്നെ ഇവർ തമ്മിലുള്ള മെയിൻ വിഷയം എന്താണ് അറിയോ?
ഈ സെജിൻ തന്നെയാണ് ഈ മറ്റേ ദിയാസനക്ക് ഈ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു വോയിസ് റെക്കോർഡ് വിട്ടുകൊടുത്തത്. പുട്ടുംകുറ്റി ആയിട്ടുള്ള ഒരു കോൾ റെക്കോർഡ് നല്ല സ്വഭാവത്തിൽ ഇരിക്കുന്ന സമയത്ത് വിട്ടുകൊടുത്തതാണ്, ഒരു വിശ്വാസത്തിന്റെ പേരിൽ മാത്രം. പക്ഷെ ദിയാസന അത് അവസരം നോക്കി നന്നായിട്ടാണ് മുതലെടുത്തു. എങ്ങനെ? ഫിറോസും ഇവരും തമ്മിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള തർക്കം നടക്കുന്ന സമയത്ത് ഈ വോയിസ് ക്ലിപ്പ് നേരെ ഫിറോസിനാണ് വിട്ടുകൊടുത്തു. അങ്ങനെയാണ് ഫിറോസ് ഈ സാധനം പുറത്തു വിടുന്നത്. അതിലാണ് ഈ 3 കോടിയുടെ ചർച്ച നടക്കുന്നതിൻ്റെ ഇടയിൽ 18ന്റെ പണിയെന്നും പറഞ്ഞിട്ട് സെജിനാക്ക് കിട്ടിയത്. അതുകൊണ്ട് എന്തായി, 3 കോടി അങ്ങോട്ട് പോവുകയും ചെയ്തു. ഇതെല്ലാവരും കൊണ്ട് അറിഞ്ഞു. അതുവരെ സെജിന ഭയങ്കര ക്ലീൻ ആയിരുന്നു, ഫിറോസ് ഭയങ്കര വില്ലനും ആയിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഈ ഫിറോസും സെജിനയും തമ്മിലുള്ള ഇഷ്യൂ എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഫിറോസ് വയസ്സായ ഒരു കുട്ടിയായിട്ട് പിന്നെ ശാരീരിക ബന്ധം ഉണ്ടായി, അത് ആ കുട്ടിയുടെ സമ്മതമല്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥകൾ ഇറങ്ങിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു കോൾ റെക്കോർഡ് ഇപ്പോൾ ഇന്നലെ സെജിനി പുറത്തു വിട്ടിട്ടുണ്ട്. ഏത്? ഈ ഫിറോസ് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പിന്നെ കോൾ റെക്കോർഡ് വളരെ വിശ്വസ്തയോടെ ഞാൻ ഒരിക്കലും പുറത്തു വിടൂല എന്നും പറഞ്ഞിട്ട് ഇവളത് പുറത്തു വിട്ടിട്ടുണ്ട്. അതൊന്ന് കേൾക്കാം, എന്നാലേ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവും എന്താണ് ഇവരുടെ തമ്മിലുള്ള വിഷയം എന്നുള്ളത്. നിങ്ങൾ ഈ കോൾ റെക്കോർഡ് ഒന്ന് കേട്ട് നോക്കിയേ. മോൾക്ക് എത്ര നാളത്തെ 2 മാസം പരിചയമുള്ളായിരുന്നോ? ഈ ഒരു ഒറ്റ പ്രാവശ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ മോളെ? അത് മുന്നേ ചെയ്തിട്ടുണ്ടോ വല്ലതും? ഉപയോഗിച്ചിട്ടുണ്ടോ മോളെ? സത്യം പറയാവുള്ളൂ മോനെ, എത്തിയർത്ഥം വേറൊന്നും കള്ളം പറയരുത്. ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളോ മോളെ? ഉപയോഗിച്ചിട്ടുള്ളോ? കൊണ്ട് യൂസ് ചെയ്തിട്ടാ ചെയ്തിട്ടുള്ളത്? കഴിഞ്ഞ പിന്നെ എന്റെ കയ്യിൽ നിന്ന് എനിക്ക് തെളിവിന് തന്നെ എടുത്ത് ഇട്ടേ പറ്റത്തുള്ളൂ. ആരാണെന്ന് എനിക്ക് പറഞ്ഞ് കാണിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മളെ കേട്ടിൽ വെറുക്കുന്നത് മോൾ അയാളെയാണ്. ഓക്കെ, നീ ടെൻഷൻ അടിക്കണ്ട, ഇത്ത കൂടെ ഉണ്ട്, വിഷമിക്കണ്ട കേട്ടോ. ഇത്ത വിളിക്കുമ്പോ എടുക്കണേ മോളൊന്ന്. മോളിപ്പോ എവിടെയാ ഉള്ളത്? വീട്ടിലാണ്. ഓക്കെ ഓക്കെ, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ആരൊക്കെയുണ്ട് വീട്ടിൽ? ആരൊക്കെയുണ്ട് മോളെ? ആണോ? ഓക്കെ ഓക്കെ. മുസ്ലിമാ? ഓക്കെ ഓക്കെ ഓക്കെ, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. എന്റെ പേരെന്തായിരുന്നടാ? ഓക്കെ ഓക്കെ, നീ വിഷമിക്കണ്ട കേട്ടോ, ഒന്നും വിഷമിക്കണ്ട. ഇത്ത കൂടെ ഉണ്ട്, നീ വേറെ ഒന്നും ടെൻഷൻ അടിക്കണ്ട. ഒരിക്കലും എന്റെ കയ്യിൽ നിന്നുള്ള ഒരു ഡീറ്റെയിലും വെളി പോകത്തില്ല. ഞാൻ അത് ഗ്യാരണ്ടി പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ മോളെ. ഓക്കെ ഓക്കെ മോളെ, പറഞ്ഞ മാതിരിയാണ് വാക്ക്. അതൊന്നുള്ളൂ സെജിനാക്ക്. ആരും അറിഞ്ഞില്ലല്ലോ ഇപ്പൊ. അവിടെ ആ പേരിന്റെ അവിടെ കീ എന്നുള്ള ഒരു ശബ്ദം വെച്ചത് നമ്മളെ മാന്യത. എന്തിനാ അറിയോ? അത് ഒരു പെൺകുട്ടിയല്ലേ എന്നുള്ളത് കൊണ്ട് നമ്മളെ അതങ്ങോട്ട് ആക്കി. അവള് ഈ മോളെ ഒരിക്കലും പേടിക്കരുത് കേട്ടോ, മോള് പേടിക്കുകയേ ചെയ്യരുത്. തട കയ്യിൽ നിന്നൊന്നും പോകൂല എന്ന് പറഞ്ഞിട്ട് ആ പേരടക്കൊന്ന് ഹൈഡാക്കാനുള്ള മനസ്സ് കാണിക്കാതെയാണ് ഈ കോൾ റെക്കോർഡ് സെജിന പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സെജിന ചിന്തിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഏത് വിധേനയും സെജിനാക്ക് ജയിക്കണം, ഫിറോസിനെ വീഴ്ത്തണം എന്ന്. ഫിറോസ് ചെയ്തത് നല്ല കാര്യമാണെന്നൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. ഫിറോസിന്റെ അടുത്ത് അങ്ങനെ ഒരു കാര്യം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെയാണ് സകല ഉഡായിപ്പുകളും ഈ സെജിന കളിച്ചത്. കാരണം എന്താ അറിയോ, ഇനി ഫിറോസിന് ചോദ്യം ചെയ്യാൻ ഒരു അവകാശമില്ല. അമ്മാതിരി കുളത്താണ് ഇപ്പുറത്ത് വന്ന് വീണിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കോൾ റെക്കോർഡാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. സെജിന ഈ കോൾ റെക്കോർഡ് പുറത്ത് വിട്ടതിനെ കുറിച്ചിട്ട് മറുപടിയുമായിട്ട് ഫിറോസ് വന്നിട്ടുണ്ട്. അതും കൂടി ഒന്ന് കേക്ക്. ഇനി ഒരു വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇപ്പോൾ ഇത് വീണ്ടും വരാൻ കാര്യം നാണക്കേട് തന്നെയാണ്. എങ്കിലും വീണ്ടും ഗതികേട് വരാനുള്ളൊരു ഗതികേട് എന്ന് പറയുന്നത് വീണ്ടും അവൾ വന്നിട്ട് വായത്തൊന്ന് എന്തോ വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് അവൾ കുറേ സ്ത്രീകളെ കുറിച്ചും ഒരു ഒക്കെ ഞാൻ സെക്സ് ചെയ്തെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ അങ്ങനെ ഇവൾ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ട് സെക്സ് ചെയ്യുകയോ അതുകൂടാതെ ഫ്രഞ്ചൈസും കാര്യം പറഞ്ഞു അങ്ങനെ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത് അവൾ തെളിയിക്കുകയാണെങ്കിൽ, നിയമവും കാര്യങ്ങളും ഒരുപാട് കാര്യമുണ്ട്, അങ്ങനെ അവൾ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. എന്നൊരു കാര്യം ചെയ്ത വല്ല മരുഭൂമിയിലും പോയിക്ക. കാരണം എന്താ അറിയോ, അല്ലെങ്കിൽ ഞാട്ടിയുടെ അടുത്ത് കല്ലെടുത്ത് അറിയും. ഇജിപ്പോ പറഞ്ഞു എങ്ങോട്ടാ കയറി പോണറിയോ ഫിറോസെ? ഇജി സെജിനാനെ കെട്ടിയിട്ട് ഇജും സെജിനയും കൂടി ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാ. അത്രയ്ക്ക് ഡീസന്റ് ആണെന്നുള്ളതാണ് ഇപ്പൊ ഇജ്ജ് പറഞ്ഞു വരുന്നത്. അതെന്തോ ആയിക്കോട്ടെ, അതല്ല വിഷയം. ഇപ്പൊ നിങ്ങൾ ഈ പരസ്പരം ചളി വാരി
ഈ തേക്കുന്നതിന്റെ ഇടക്ക് കുറെ സത്യങ്ങൾ വരുന്നുണ്ട്. ഇതിൽ ആരതാ വെച്ചിട്ടുണ്ടെങ്കിൽ ദിയാസനന്റെയും ഇവളുടെയും ആരുടെ സജ്ജനാടിയും ഓല് തമ്മിലാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് മറ്റുള്ളവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ ഇവർ രണ്ടും കണക്കാണ്, രണ്ടും ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവരുടെ നാക്കുതുമ്പത്ത് തന്നെ വരുന്നുണ്ട്. അതിന്റെ ഇടക്ക് നമ്മളെ ദീനുൽ ഇസ്ലാമില്ല അല്ലെ ദിയ മറ്റേ സന ഓള് എന്താണാവോ ഇനിയിപ്പോ ഈമാൻ കൂടിയിട്ടാവോ വിട്ടുവീഴ്ചക്കൊക്കെ തയ്യാറുള്ള മാതിരിയുള്ള ഒരു വീഡിയോ ചെയ്തിക്കണു. ഏത് നിങ്ങൾ ആരും വിശ്വസിക്കൂല ഞാൻ പറയണത് മനസ്സിലായിക്കണു. പിന്നെ എന്താ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ട്, ഒന്ന് കണ്ടോക്കാം. ഒന്നാമത്തെ കാര്യം, എന്നെ ക്രൂശിക്കണമെന്ന് തോന്നുന്ന ആൾക്കാർ എന്നെ ക്രൂശിച്ചോളൂ, എനിക്കതിൽ പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്ത് എവിഡൻസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ സ്നേഹസ്പർശം എന്ന് പറഞ്ഞിട്ട് വെഞ്ഞാറമൂടുള്ള സ്ഥാപനത്തെ സമീപിച്ച് അവരുമായി ചേർന്ന് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ പരിശോധിക്കാം. നിങ്ങൾക്ക് ഞാൻ നിങ്ങളോടല്ലേ പറയുന്നത്, നിങ്ങൾ പരിശോധിക്കൂ. കാരണം നിങ്ങൾക്കൊരു എവിഡന്റ് ആയിട്ടുള്ള ഒരു സാധനം കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് പ്രശ്നം, അതില് പ്രശ്നം, ഇതില് പ്രശ്നം. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇനി ബോധിപ്പിച്ച് ഞാൻ മടുത്തു. സത്യമായിട്ടും ഞാൻ സീരിയസ് ആയിട്ട് പറയാം. പക്ഷെ ഞമ്മക്ക് തമാശയായിട്ടാ തോന്നുന്നത്. ഇപ്പൊ സീരിയസ് ആയിട്ട് പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് മനസ്സിലായി. എന്ത് ഞങ്ങളവിടെ പോയിട്ട് അന്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക, ഇജ് എങ്ങനെ ജീവിച്ചിടെന്നുള്ളതും ഇജ് എത്ര നല്ല സ്വഭാവക്കാരിയാണെന്നുള്ളതും ഏതാണ് എന്റെ തറവാട് എന്നുള്ളതും ഒക്കെ ഇപ്പൊ ആ ബുക്കിലുണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ ഞങ്ങള് പോയി സൗകര്യം പോലെ അന്വേഷിച്ചിട്ട് എന്നോട് വിവരം തരാം കേട്ടോ. അതിനെ കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും ഒരു ഐഡിയ, ഒരു ധാരണയില്ല. ബാക്കി പറ. 14 തീയതി 15-ാം തീയതി എവിടെയായിരുന്നെന്നറിയാവോ? തിരുവനന്തപുരത്ത് താജ് വിവാന്തയില്. ഓക്കെ, വിവാന്ത ബൈ താജ്, അവിടെ തിരുവനന്തപുരത്ത്. നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈയൊക്കെ മനസ്സിലാക്കേണ്ട വിലയിരുത്തേണ്ടത് എന്താ അറിയോ? കൂടെ നിന്നിട്ട് തെറ്റ് ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതൊക്കെ പിന്നെ കൂടെ നിന്ന് വിശ്വസിച്ചവരെ അടിവേര് നിങ്ങളൊക്കെ മാന്തി, അതും ഒരിക്കലും മറ്റൊരാൾ അറിയരുതേ എന്നുള്ള വാക്കും കൊടുത്ത് വിശ്വസ്തയോടെ പറഞ്ഞ പല രഹസ്യങ്ങളാണ് നിങ്ങൾ ഈ പുറത്ത് വിടുന്നത്. അതിലപ്പുറത്തേക്ക് എന്ത് ക്വാളിറ്റി അടി നിങ്ങളൊക്കെ അളക്കണ്ടേ? ഒന്ന് പറഞ്ഞാട്ടിക്ക. നിങ്ങളുടെ രണ്ടുപേരുടെ യഥാർത്ഥ ക്വാളിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മറ്റേ തൂറിയതും പാത്തിയതും ഒക്കെ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ കൂടെ വിളിച്ച് പറഞ്ഞിട്ട് സ്വയം ഞാൻ ജയിച്ചു, ഞാൻ ഇന്റെ ഭാഗത്ത് സത്യം എന്നുള്ളത് വരുത്തി തീർക്കാൻ നിങ്ങൾ ഈ വെപ്രാളപ്പെടുന്ന വെപ്രാളല്ലേ. സമൂഹങ്ങളെ എങ്ങനെ കാണണമെന്ന് അറിയോ? നിങ്ങൾ എത്ര ലിപ്സ്റ്റിക് ഇട്ടിട്ടും മേക്കപ്പ് ചെയ്തിട്ടും ഒരു കാര്യമല്ല, അതിലൊന്നും നിൽക്കൂല. അത്രയും എന്താ പറയാ ചളി പറയേണ്ട മനസ്സും മറ്റേ വാക്കുകളാണ് നിങ്ങളുടെ അടുത്തുള്ളത്. ഈ ദിയാസന കുറച്ചു മുമ്പ് അവളുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ കുറിച്ചിട്ടും ഹസ്ബൻഡിനെ കുറിച്ചിട്ടും പറഞ്ഞൊരു കഥ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും കേട്ടുക്കണോ? ഇവൾ ഇത്രയും കാലം ഒരു മുഖം മൂടി വെച്ചിട്ട് പച്ച കള്ളം പറഞ്ഞുകൊണ്ട് ഈ ദിയാസന നടക്കുകയായിരുന്നു. അത് അവസാനം കല്യാണം പൊളിഞ്ഞപ്പോ ഓൾക്ക് നിക്കക്കള്ളിയില്ലാതെയായി. അതിനോളൊരു വീഡിയോ കൊണ്ട് വന്നിക്കണു. അതിന് മുമ്പ് ഇവള് കുറച്ച് മുമ്പ് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ അവരുടെ വീട്ടുകാരെ കുറിച്ചിട്ട്, അതും ഒന്ന് കേട്ടു നോക്കി. അപ്പം അത് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് കഴിയുന്നു, എന്റെ വിവാഹം നടക്കുന്നു, എനിക്ക് കുഞ്ഞ് ജനിക്കുന്നു. ആക്ച്വലി എന്നെ ഒരാള് ഇഷ്ടപ്പെട്ട് ചോദിച്ച് വന്ന് കല്യാണം കഴിച്ചതാണ്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയപ്പോഴത്തേക്കും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ലോ ആയിട്ട് അല്ലെങ്കിൽ ജോലിയൊന്നും പ്രത്യേകിച്ച് ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാലും സെയിൽസിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ഷോപ്പിൽ. സോ അയാൾ വന്ന് ചോദിച്ചു, കല്യാണം കഴിപ്പിച്ചു. വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു, ഇങ്ങോട്ട് വന്ന് ചോദിച്ചതായതുകൊണ്ട് തന്നെ കല്യാണം കഴിപ്പിച്ചു. പക്ഷെ നാട് മുഴുവനും എന്നെ ഞാൻ പ്രേമിച്ച് വിവാഹം കഴിച്ചു. അപ്പൊ ആദ്യമായിട്ട് സദാചാര പ്രശ്നം ഞാൻ നേരിടുന്നത് അപ്പോഴാണ് ആക്ച്വലി. കാരണം ഈ പ്രേമിച്ച് കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റാണ്. പ്രത്യേകിച്ച് ഒരു മുസ്ലിം കുടുംബത്തിനകത്ത് ജനിച്ചതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര ഒരു പ്രശ്നം തന്നെ ആയിരുന്നു. അപ്പം ഒരിക്കലും ഞാൻ അയാളെ കണ്ടിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്, അയാൾ എന്നെയും കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കല്യാണം കഴിപ്പിക്കുക മാത്രമായിരുന്നു. കേട്ടോങ്ങളെ, ദീനിയായൊരു കുട്ടിയായിട്ട് ജീവിച്ചായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് ഒരു കല്യാണം വന്നത്, അല്ലാതെ പ്രേമിച്ച് കെട്ടിയതൊന്നും അല്ല. ഓളന്ന് എത്ര 10ാം ക്ലാസ് പഠിച്ചിരുന്നു. മറ്റേ 17 വയസ്സാണ് പ്രായം. ഞങ്ങളൊക്കെ 10ാം ക്ലാസ് പഠിച്ചുമ്പോൾ ഒരു 15 വയസ്സാണ് പ്രായം. ഓൾക്ക് 17 അത്ര. അതിനിപ്പോൾ എത്രയായിക്കോട്ടെ, ഇനിയിപ്പോൾ വയസ്സ് കൂട്ടാനും കുറക്കാനൊന്നും നമ്മൾ നിൽക്കണ്ട. അപ്പോൾ അങ്ങനെ ചെറിയ കുട്ടിയാകുമ്പോൾ കെട്ടിച്ചതാണ്. അപ്പോൾ പ്രേമ ഒന്നുമല്ല, ഞങ്ങൾ മറ്റേ എന്താ പറയുക കണ്ട് വീട്ടുകാർ തമ്മിൽ ഉറപ്പിച്ചിട്ട് കല്യാണം കഴിപ്പിച്ചതാണെന്നാണ് ഇവളിപ്പോൾ പറഞ്ഞത്. ഇപ്പം പറഞ്ഞതല്ല, മുമ്പ് പറഞ്ഞത്. അത് ഇങ്ങനെ ഉരുട്ടിട്ട് പോവുകയായിരുന്നു. നാട്ടുകാരെ മുഴുവൻ ഇതാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കായിരുന്നു. അങ്ങനെയാണ് ഇവള് വലിയ ഫെമിനിസ്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ട് ഈ ഷോ കാണിച്ചു പോയിരുന്നത്. ഇപ്പൊ ഇവള് ഈ പറഞ്ഞ ഭർത്താവിന്റെ വീട്ടുകാര്, ഭർത്താവിന്റെ ഉമ്മ, പെങ്ങള് ഒരു വീഡിയോ പുറത്ത് വിട്ടുകൊടുക്കും. ആ വീഡിയോ എന്താന്നല്ലേ ഓലെന്നെ പറയും, നിങ്ങൾ കേൾക്കും.
അപ്പൊ ദിയാസനയും നിങ്ങളുടെ മകനും തമ്മിൽ എൻഗേജ്മെന്റ് നടത്തി നിങ്ങൾ കെട്ടിച്ചു കൊടുത്തതാണോ, പ്രണയ വിവാഹമായിരുന്നോ, എന്താണ് ഉമ്മക്ക് പറയാനുള്ളത്? ഉമ്മ പറഞ്ഞോളി. പ്രണയിച്ച വിവാഹം ചെയ്തു. അവർ രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചതാണോ അതോ? അല്ല ഇവൻ പോത്തക്കൂടെ കടയിൽ നിൽക്കുകയായിരുന്നു രാജകുമാരിക്ക്. അപ്പൊ എവള് അവിടെ ചെരുപ്പ് മേടിക്കാനും എല്ലാ സാധനങ്ങളും മേടിക്കാൻ ചെല്ലും. ചെന്നിട്ട് അവന്റെ ഫോൺ നമ്പർ മേടിച്ച് അങ്ങനെയാണ് സംസാരിച്ച് അവര് പ്രണയത്തില്. അപ്പൊ ദിയ പറയുന്നുണ്ടല്ലോ 17 വയസ്സിൽ കല്യാണം ആലോചിച്ച് കെട്ടിച്ചതാണെന്നൊക്കെ. അന്ന് അവക്ക് 19 വയസ്സുണ്ട്. 17 അല്ലേ? 19 വയസ്സുണ്ട് അവക്ക്. അവൻ 22, അവക്ക് 19. 19 വയസ്സുണ്ട്. അവക്ക് 19 വയസ്സുണ്ട് അന്ന് അവളെ കെട്ടിക്കാൻ സമയത്ത്. അവള് നമ്മളെ വീട്ടിൽ നിൽക്കൂല. അവള് വേറെ ആളുകളായിട്ട് പിന്നെ ഫോൺ വിളിപ്പ്. പിന്നെ അവൻ ഗൾഫിൽ ഇരിക്കുന്ന സമയത്ത് ഇവള് ഫോൺ വിളിച്ച് അങ്ങനെ ഇവനെ വിളിച്ച് ചോദിച്ചപ്പോ ഇവനല്ലേ വിളിക്കുന്നത്, അത് വേറെ ആൾക്കാരെ വിളിക്കുന്നത്. അത് രാത്രി 12 കഴിഞ്ഞ ശേഷം ആണ് ഇവള് ഫോൺ വിളിക്കുന്നത് എല്ലാവരും. അതായത് നിങ്ങളെ മകനെ വിളിക്കണു എന്ന് ആണ് വിളിക്കുന്നത്. പല ദിവസം അങ്ങനെ ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ എന്റെ സോഷ്യൽ മീഡിയ ഞാൻ വെറുതെ വലിച്ചു നീട്ടില്ല. ആ ഉമ്മ പറഞ്ഞത് കേട്ടോ നിങ്ങള്? അതായത് ഇവളുടെ അമ്മായിമ്മയാണ് ഇപ്പൊ പറഞ്ഞത്. ഏത് ഇവൾക്ക് 19 വയസ്സായിരുന്നു ഈ കല്യാണ സമയത്ത്. പിന്നെ അവർ സ്നേഹിച്ചാ കെട്ടിയത്. ഇവ ഒരു കടയിൽ വർക്ക് ചെയ്യുന്നു. ഇവള് പോയിട്ട് നമ്പർ മേടിച്ചതാണ്. അങ്ങനെ സംസാരം തുടങ്ങി, അങ്ങനെ കല്യാണം കഴിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവൾക്ക് പല കോളുകൾ വരൽ തുടങ്ങി, വിളികൾ തുടങ്ങി. അപ്പോൾ ഇതൊന്നും മോനല്ല എന്നുള്ളത് തിരിച്ചറിവ് വന്നു. പിന്നെ അവൾ ആർക്ക് വിളിക്കുന്നു, ആരോട് സംസാരിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ വന്നു. സ്വാഭാവികമായിട്ട് ഇവളെ സ്വഭാവം വെച്ചിട്ട് അവിടെ എന്താ ഉണ്ടാകുക എന്നറിയില്ലേ, അതാണ് ഇപ്പം ഉണ്ടായിരിക്കുന്നത്. ഓള് ഇവിടെ ഒഴിഞ്ഞ് ഒരു ഭാഗത്ത് വന്നിരിക്കുകയാണ്. ഈ വീഡിയോ പുറത്തു വിട്ടതിന്റെ പേരിൽ ആ കുടുംബിനിയായ ദീനുള്ള നല്ലവളായ ദിയാസന പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടേ? എന്നൊന്ന് കേട്ടോ. അപ്പൊ നമുക്ക് ഷഫീന ബീവി എന്ന് പറയുന്ന കാട്ടുവാണത്തെ പറ്റിയിട്ട് പറയാം. റസൂൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി സജനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും വിഷയം മറച്ചു വെച്ചുകൊണ്ട് ദിയാസനയുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് സമൂഹത്തിന്റെ മുമ്പിൽ തള്ളി അവർക്ക് അതിനൊരു ചർച്ചയാക്കാൻ പാകത്തിനൊരു സംഭവം ഇട്ടുകൊടുത്ത് എന്തോ കാണിക്കുന്ന മട്ടിൽ ഭയങ്കരമായ ആട്ടങ്ങൾ ആടുന്നുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എൻ്റെ ലൈഫിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എൻ്റെ ജേണിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് നിൽക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിലും ആളുകളുടെ ഇടയിലും എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും എൻ്റെ കുടുംബക്കാരുടെ ഇടയിലും ഒക്കെ സംസാരിക്കുന്നുണ്ട്. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ ഉമ്മയും എൻ്റെ മകനും എൻ്റെ അനിയത്തിയും അവളുടെ ഫാമിലിയും മാത്രമുള്ളതാണ്. അതിലപ്പുറം എനിക്കൊരു ബന്ധങ്ങളോ ഒരു തരം ഒരു ഇമോഷൻസോ ആളുകളായിട്ട് ആരുമായിട്ടും എനിക്കില്ല. ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾ പോലും എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞിരുന്ന ആളിൻ്റെ ഫാമിലിയാണ്. ശരിക്കും ഈ നിമിഷം വരെ ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയും വേറെ വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ജീവിതം എൻ്റേതായിട്ടുള്ള ഇഷ്ടത്തിനും എൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലും ഞാൻ ജീവിക്കുന്നുണ്ട്. ഞാൻ അന്നെടുത്ത തികച്ചും നിർണായകമായിട്ടുള്ള തീരുമാനം എൻ്റെ കുടുംബത്തിൽ നിന്നും ഈ ഭർത്താവായിരുന്ന ആളുകളുടെ ഫാമിലിയിൽ നിന്നും ഞാൻ ഇറങ്ങിപ്പോയ നിമിഷമായിരുന്നു. അതുകൊണ്ടിട്ട് എനിക്ക് വളരെ പ്രൗഡായിട്ട് പറയാൻ പറ്റും, ഓരോ പെൺകുട്ടികളും ഗാർഹിക പീഡനം ഏറ്റുകൊണ്ട് ഒരിടത്തും അടങ്ങി നിൽക്കരുത് എന്നും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരണമെന്നും. ഫൈറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണമെന്ന് എങ്ങനെ ഓളമാരി കുടുംബത്തിനെ ഒഴിവാക്കി ഭർത്താവിന്റെ പരക്കാരി ഒഴിവാക്കിയിട്ട് ഓൾ അവിടെ വന്നിരുന്നിട്ട് പറയാം, നിങ്ങൾ ഒരു പെണ്ണുങ്ങളും അങ്ങനെ സഹിക്കരുതട്ടില്ലേ, ഫൈറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോരിന്ന്. പൊന്നാര ദിയാസന, ഇജ്ജ് പറഞ്ഞ ഈ ദീനും കുടുംബ മഹിമി ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആദ്യം എന്നറിയോ? കുടുംബത്തിൽ ജീവിച്ച് പഠിക്കണം. അല്ലാതെ ഇജ്ജന്റെ ഫെമിനിസ്റ്റിന് വേണ്ടിയിട്ട് ഇതൊക്കെ കാർഷിക പീഡനാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഭീകരത കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? ഈ കുടുംബമായിട്ട് ജനിച്ച് വളർന്നവർക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. എന്തറിയോ, എന്തൊക്കെ നമ്മളെ അടുത്ത് ചിലപ്പോൾ ഫുള്ള് ശരി നമ്മളെ അടുത്തായിരിക്കും, എങ്കിലും നമ്മൾ കുടുംബത്തിന് വേണ്ടിയിട്ട് കുറെ വിട്ടുവീഴ്ചകൾ ചെയ്യും. അതാണ് ക്വാളിറ്റി. അല്ലാതെ ഇജ്ജ് ഭരണമാതിരി എന്തെങ്കിലും ആ ഗ്ലാസോ പ്ലേറ്റോ അല്ലെങ്കിൽ ഒന്ന് മുറ്റടിച്ചോരെന്ന് പറയുമ്പോഴത്തേന് ഇതൊക്കെ കാർഷിക പീഡനാന്നും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരല്ല. എന്നിട്ട് ഓലിക്കെതിരെ വീഡിയോ ചെയ്യല. ഇജ്ജിപ്പോ ഈ മറ്റേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടി. എത്ര ആണുങ്ങളെ തല്ലാൻ ഓങ്ങി, തല്ലി, അനാവശ്യം വിളിച്ചു, വെല്ലുവിളികളിൽ നടത്തി. നല്ലവളായ കുടുംബിനിയെ ഇതൊന്നും എന്റെ കുടുംബക്കാർ കണ്ടിരുന്നില്ലേ, അറിയാനായിട്ട് ചോദിച്ചാണ്. ഇപ്പൊ ഈ സെജിനാക്ക് റിപ്ലൈ കൊടുക്കാൻ മാത്രമേ ഇവിടുന്ന് എനിക്ക് ഒരു കുടുംബക്കാരും മറ്റേ എന്റെ അഭിമാനമൊക്കെ ഉണ്ട് പൊട്ടി മുളച്ചു വന്നു. ഇജ്ജ് പറഞ്ഞ മാതിരി മറ്റേ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് കുടുംബങ്ങളെ ഒഴിവാക്കിയിട്ട് ഇറങ്ങിപ്പോന്നോളാണെന്ന് ഇജ്ജന്നെതാ പറയുന്നത്. ആ ഇജ്ജ് പിന്നെ എന്തിനാണ് ഇനിയിപ്പോ ഈ സെജിനാക്ക് റിപ്ലൈ കൊടുക്കണ കാര്യത്തിൽ മാത്രം കുടുംബത്തിനെ പേടിച്ചേണ്ട കാര്യം? അപ്പൊ അതിലെന്തോ സംഗതി ഇല്ലേ? അതായത് ഇത്രയും കാലം കെട്ടിച്ചമച്ച ഒരു നുണയാണ് സിമ്പിളായിട്ട് പൊളിഞ്ഞത്. എന്റെ അമ്മായിമ്മ പറഞ്ഞത് മറ്റേ ലവ് മാരേജ് ആണ്, അവരെ വെറുതെ പറഞ്ഞതാണ്. പിന്നെ അറേഞ്ച് മാരേജ് ഒന്നും അല്ല, ലവ് മാരേജ് തന്നെയാണ്. പിന്നെ കടയിലായിരുന്നു എന്റെ മോൻ എന്നുള്ള വിഷയങ്ങളൊക്കെ ആ ഉമ്മ പറഞ്ഞത് കേട്ടില്ലേ? എന്നിട്ട് അതിന് ഇജ്ജ് വീഡിയോ എടുത്തോലെ തെറി വിളിച്ചിട്ട് എന്താ കാര്യം? അനക്ക് ഉത്തരം ഉണ്ടെങ്കിൽ അതിന് കൊടുക്ക. അതുണ്ട് എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ മാന്യമായിട്ട് സംസാരിക്കുക, ആ ഉത്തരം കൊടുക്കുക, തെളിയിക്കാൻ പറ്റിച്ചത് തെളിയിക്കുക. അല്ലാണ്ട്
അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്, അവരെ കണ്ടാ തല്ലും, ഇതല്ല. എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം. ഇതുപോലുള്ള കുടുംബങ്ങളുടെ അടുത്ത് ഒരു രീതിയിലും ഒരു പെൺകുട്ടികളെയും അയക്കരുത് എന്നും ഞാൻ നിങ്ങളടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഇപ്പം ആ ഇന്റർവ്യൂ കണ്ടത് മുതൽ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ജീവിതം ഏത് രീതിയിലായിരിക്കും പോയിട്ടുണ്ടാവും എന്നുള്ളത്. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും തന്നെ തരുന്നില്ല. എന്നെപ്പറ്റി പറയുന്ന അലിഗേഷൻസ്, ഞാൻ സിഗരറ്റ് വലിക്കുന്നു, അന്നേ ഞാൻ MDMA വിളിക്കുന്നു, കച്ചവടം, എൻ്റെ ജോലി, എൻ്റെ പ്രൊഫഷൻ വളരെ കൃത്യമായിട്ട് എൻ്റെ പ്രൊഫൈലിൽ തന്നെ ഉണ്ട്. ഓക്കെ, എന്നെ അറിയുന്നവർ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, എല്ലാ ആളുകൾക്കും അത് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ആരും വേവലാതിപ്പെടേണ്ട എൻ്റെ ജോലി അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പണികളെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ കഷ്ടപ്പെടുകയും വേണ്ട. നിങ്ങൾ ഏത് വഴിക്ക് വേണമെങ്കിലും നിങ്ങൾ അന്വേഷിച്ചുള്ളൂ. ഇല്ലീഗൽ എന്നുള്ള രീതിയിൽ ഒരിക്കലും എനിക്ക് ജീവിക്കേണ്ട സാഹചര്യവും വന്നിട്ടില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ എൻ്റെ ബാങ്ക് ബാലൻസ് ഒരു 80,000 രൂപ അടുപ്പിച്ചിട്ടുണ്ടാവും. അതിലപ്പുറത്തേക്ക് ഒരു രൂപ പോലും ഉണ്ടാവില്ല. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് തരാം. ഓക്കെ, പക്ഷേ റസൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ട് ഈ പറഞ്ഞ ഷഫീന ബീവി നടത്തുന്ന നാടകത്തിൽ ഈ പറഞ്ഞ എൻ്റെ ഭർത്താവായിരുന്ന ആളുകളുടെ ഫാമിലിയും കാശ് വാങ്ങിയത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനുള്ള തെളിവുകളും എൻ്റെ അല്ല ബളെ, ഈ റസൂൽ പൂക്കുറ്റി എന്താ 25,000 കായ് കൊടുക്കാതിരിക്ക? ഈ പറഞ്ഞ മാതിരി വരുന്നവർക്കും പോണവർക്കും ഒക്കെ കായ് കൊടുക്കുക. എവിടുന്നാ എനിക്ക് ഇത്ര കായ്? ഇതെന്താ മിരിങ്ങാക്കായറ്റേ കൊടുക്കണേ? അല്ല, ഈ കായെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്ത് കായാണെന്നുള്ള ഒരു പിടുത്തമല്ല. അന്നെ കുറിച്ചിട്ട് ആർക്കാ ദിയ അറിയാത്ത? ഇജൊന്ന് പറഞ്ഞ ഈ കാണിച്ചതും ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും സമൂഹം കാണുകയല്ലേ, ജനങ്ങൾ കാണുകയല്ലേ? അതിൽ അനക്ക് ജനങ്ങളൊരു മാർക്ക് ഇട്ടിട്ടുണ്ടാവൂലേ? അന്നെ ജനങ്ങളൊന്നും വിലയിരുത്തിയിട്ടുണ്ടാവൂലേ? ആ ഇജ് പിന്നെ എന്നെ കുറിച്ച് വെറുതെ മോശം പറയാണ്, കായ് കൊടുത്ത് പറയിപ്പിച്ചാണ്, അത് AI ആണെന്നൊക്കെ പറഞ്ഞ ആര് വിശ്വസിക്കാനാണ്? എനിക്ക് ഉത്തരം മുട്ടൽ തുടങ്ങിയിരിക്കുന്നു. അതായത് ബബ്ബ കുറേ അടിക്കാൻ തുടങ്ങുന്നുണ്ട്. അതാണ് ദിയാസന ഇപ്പൊ ഓരോരുത്തരും നിന്റെ നേരക്ക് വിരൽ ചൂണ്ടാനുള്ള കാരണം എൻ്റെ ഓരോന്ന് പൊളിഞ്ഞു പോരാ. അന്ന് ആ ചോരത്തളപ്പിലുണ്ടായിരുന്നില്ലേ? അന്ന് ആ ചോരത്തളപ്പിൽ എന്തോ ആരോടും കേറിയിട്ട് മറുപടി പറഞ്ഞിരുന്നു, ആരെയും ചോദ്യം ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ എൻ്റെ ധൈര്യം ചോർന്നു വയ്ക്കുന്നു. പോയിട്ടില്ലേ? അതെന്റെ വാക്കുകൾ ഇടറുമ്പോ തന്നെ പിടുത്തം കിട്ടുന്നുണ്ട്. ബാക്കി പെട്ടെന്ന് പറ. എന്നെ ഗാർഹികമായി പീഡിപ്പിച്ച് എൻ്റെ മുതലും സ്വത്തും ഒക്കെ തട്ടിയെടുത്ത് എൻ്റെ ജീവിതം വലിച്ചു കീറിയ ഒരു കുടുംബമാണ്. എൻ്റെ മുതലും സ്വത്തും ഒക്കെ പാടെ തട്ടിയത് അതിന് എവിടുന്ന് എന്ത് മുതലാ പോലും എടുക്കുക? ജന്നെ പറ. ഇത് അത്രയും പാവപ്പെട്ട ഒരു കുടുംബത്തില് ജീവിച്ച് വളർന്നതാണ് എന്നുള്ളതും അവരെന്നെ പറയുന്നില്ലേ? പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഏത് സ്വത്താണ് ഇപ്പം എൻ്റെ പോയത്? അതല്ല, ഇത്രയും സ്വത്തൊക്കെ വെച്ചിട്ടാണ് അപ്പച്ചി കുടിക്കാരോട് തെറ്റിയിട്ട് ഇങ്ങോട്ട് പോന്നിക്കണത്? ശരി എന്നാ മാള്. എന്നെ ഗാർഹികമായി പീഡിപ്പിച്ച് എൻ്റെ മുതലും സ്വത്തും ഒക്കെ തട്ടിയെടുത്ത് എൻ്റെ ജീവിതം വലിച്ചു കീറിയ ഒരു കുടുംബമാണ് വന്ന് പബ്ലിക്കിൽ വന്ന് ഘോര ഇരുന്ന് പ്രസംഗിക്കുന്നത്. അതിൽ എസ്പെഷ്യലി എൻ്റെ ഭർത്താവായിരുന്ന ആളിൻ്റെ സഹോദരി, അതായത് നാത്തൂൻ, അവളുടെ ഭർത്താവ് എൻ്റെ ജീവിതത്തിൽ വന്ന് എൻ്റെ മുതൽ മുഴുവനും തിന്നു തീർത്തു. ഞാൻ അപ്പോഴും ഈ ഭർത്താവായിരുന്ന ആളിനെ പോലും കൂടുതൽ പറയില്ല. കാരണം അയാളുടെ ആക്രമണം സഹിக்க വയ്യാതെ എൻ്റെ ജീവിതം വഴിമുട്ടി ഞാൻ അതിൽ നിന്ന് കരക്കേറി വന്ന നിമിഷം ഇപ്പം ആലോചിക്കുമ്പോൾ പുറകിലേക്ക് എൻ്റെ ലൈഫിൽ അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ ഇവിടെ ഇരിക്കണമെന്നുള്ള ഒരു സമാധാനം എനിക്കുണ്ട്. പക്ഷേ എന്നെ പുറകെ നടന്ന് വേട്ടയാടുന്നത് ഈ ഷഫീന ബീവി എന്ന് പറയുന്ന സ്ത്രീയാണ്. ഇവൾ ഏത് കാട്ടുവാണമാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ നിന്നെ വെല്ലു വിളിക്കുന്നു ഷഫീന ബീവി. ഞാൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്നു. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ നീ ഒരു കാര്യം ചെയ്യ്. നിനക്ക് ലൈഫിൽ ത്രട്ടണിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തിട്ട് ആ കേസുമായി ബന്ധപ്പെട്ട് നീ എന്നെ വിളിപ്പിക്കും. അറ്റ്ലീസ്റ്റ് അവിടെയെങ്കിലും എനിക്ക് നിന്നെ കാണാൻ പറ്റുമല്ലോ. ഞാൻ നിന്നെ ഒരുപാട് തപ്പി. നിന്നെ പോലത്തെ ഒരു സ്ത്രീയെ ഞാൻ വല്ലതും ചെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ ഒരുപാട് സ്ത്രീകൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് വരെ ഉണ്ട്, നീ ആക്രമിക്കപ്പെട്ട സ്ത്രീകൾ എല്ലാവരും ചേർന്നിട്ടുള്ളത്. നിന്നെപ്പോലൊരു കാട്ട് വേണം. നിന്റെ ഫുൾ ഡീറ്റെയിൽ എവറി ഡേ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. ഓക്കെ, നീ എൻ്റെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് എനിക്ക് തണ്ട ആ ടീമുകൾ എന്ത് ഉദ്ദേശത്തിന്റെ പുറത്താണ് ഇപ്പോൾ ഇരിക്കണെന്നുള്ളത് നിനക്ക് നീ മനസ്സിലാക്കി തന്നു. അതുകൊണ്ടിട്ട് ഞാനതിൽ പാസ്റ്റ് ഹിസ്റ്ററി ആണെന്ന് അപ്പച്ചി സമ്മതിച്ചു അല്ലേ? സത്യമാണെന്നുള്ളതപ്പാ ഓക്കെയാണ് എന്നാ പറയാണ്. എന്നെ പറ്റിയിട്ടുള്ള ഇത്തരം വൃത്തികെട്ട അലിഗേഷൻസുകൾ പബ്ലിക്കിന്റെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്നെ തിരിച്ചു മറിച്ചാണ് അവരവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇന്ന് കാണുന്ന ദിയാസന അല്ല അന്നുണ്ടായിരുന്ന ദിയാസന വളരെ പാവമായിട്ടുള്ള കാമായിട്ടുള്ള ഒരു കുടുംബത്തിനകത്ത് ആ അണ്ടറിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ നിങ്ങളെപ്പോലെ ഒരു സ്ത്രീ എന്നെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാനൊരു കാര്യം പറയാണ് നിങ്ങളടുത്ത്. നിങ്ങൾ എന്താ കരുതിയത്? രേണു സുധിയെ പോലെ ഒരു സ്ത്രീ ആക്രമിച്ചു, അതുപോലെ നിങ്ങൾ പല സ്ത്രീകളെ ആക്രമിച്ചു, നിന്നെ ഒരു ചുക്കും ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല എന്നല്ലേ? ദിയാസനയ്ക്ക് നിന്നെ ചെയ്യാൻ പറ്റും. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. നീ എവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറ, ഞാൻ നിന്റെ അടുത്ത് വരാം. കാരണം എന്താണെന്നറിയോ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഒരു ഷഫീന ബീവി, ഒരു കാട്ടുമോറി, എനിക്ക് നിന്നെ ഒന്ന് കാണണം. നിന്നെ എനിക്ക് മാത്രമല്ല, നീ ഞാൻ പറയുന്നിടത്ത് വരികയോ നീ ഉള്ളിടത്തേക്ക് എന്നെ വിളിക്കുകയോ ചെയ്യടി, ഞാൻ വരാം. അവൾക്കുള്ള ഒരു വീഡിയോ ആണിത്. കാരണം കുറേ അധികം ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ചേച്ചി പ്രതികരിക്കാത്ത, അത്രമാത്രം വൃത്തികേടാ പറയുന്നതെന്നുള്ളത്. അപ്പം ഞാൻ ആ കാട്ടുമോറിയെ വെല്ലുവിളിക്കുന്നത് ഈ രീതിയിലാണ്. എങ്ങനെയെങ്കിലും ഇവളുടെ അടുത്തേക്ക് എത്തി ഇവളെ ഒറ്റ ആഗ്രഹമേ എനിക്കിപ്പം എൻ്റെ ഹൃദയത്തിലുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ സജിനയും റസൽ പൂക്കുട്ടിയും അവളെ ഇറക്കി കളിക്കുന്ന കളിയിൽ ആദ്യം ഞാൻ അവളെ ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ
പതിയെ ബാക്കി വരാം. പിന്നെ റസൽ പൂക്കുട്ടിയും സജനയുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റോറികളായിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം ശരി. എത്ര എളുപ്പം അപ്പുറത്തേക്കാണ് ചാടിയതില്ലേ? നേരെ സഫീന ബീവിക്കുള്ള ഒരു ഫുൾ സ്റ്റോപ്പ്. അതായത് ഇനി എന്ത് ചെയ്താലും അനക്കിൻ്റെ കിട്ടും, അതുവരെ ചെയ്തോ, ഞാൻ ഒന്നിനും അനക്കെതിരെ മറുപടി തരുന്നില്ല, ഞാൻ സജനാൻ്റെ മറ്റേ പുട്ടുംകുറ്റിയും ഞാൻ ചെയ്യും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ വിഷയം അവൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ അപ്പുറത്തേക്കാണ് ചാടുക ചെയ്യുന്നത്. അപ്പോൾ ദിയാസന, നിന്റെ ആയാലും സജനാൻ്റെ ആയാലും മൊത്തം കയ്യിൽ നിന്ന് പെയ്ക്കുന്നു. ഇനി വേണ്ട എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിയമപാലകർ വേണം ഇവരെ കൈകാര്യം ചെയ്യാം, സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. കാരണം എന്താ അറിയോ, ഇതൊരു ട്രെൻഡ് ആക്കി എടുക്കുന്നുണ്ട് പലരും. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അപ്പോൾ എന്താ പറയുക, ചാരപ്പണി നടത്തല്, അതുപോലെ തന്നെ അതുവരെ വിശ്വസിച്ചിട്ട് ഒരുമിച്ച് ഇരുന്ന ആളുകൾ തമ്മിൽ തന്നെ പരസ്പരം രഹസ്യങ്ങൾ മറ്റേ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നത്, അതൊക്കെ ചെറ്റത്തരാണ്. തറ ചെറ്റ പരിപാടിയാണ്. നമ്മൾ വേറൊരാളെ ചെയ്യുന്നത് പോലെയല്ല നമ്മളെ വിശ്വസിച്ച ഒരു വ്യക്തിയോട് ചെയ്യുന്നത്. അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരിക്കലും മാപ്പർഹിക്കാത്ത ഒരു തെറ്റാണ് അത്. അയാൾ ചെയ്ത കാര്യമാണെങ്കിലും ചെയ്യാത്ത കാര്യമാണെങ്കിലും കൂടെ നിന്ന് ചതിക്കരുത്. കൂടെ നിന്ന് ചതിച്ചവർ എത്ര വലിയ പവിത്രത നിറഞ്ഞ ആളുകളാണെന്ന് പറഞ്ഞാലും സമൂഹം വിലയിരുത്തുന്നത് എങ്ങനെയാ അറിയോ? പക്ക ചാരപ്പണിയായിട്ട്. അതാരോടും ചെയ്യരുത്. ഓക്കെ, ബായ്. നിങ്ങൾ ഈ വിഷയം കാര്യഗൗരവം എടുക്കണം. ഇവരെ പോക്ക് സ്വയം രണ്ടു പേരും തമ്മിൽ എല്ലാവിധ തെളിവുകളും ഹാജരാക്കാൻ റെഡിയാണ്. എന്നിട്ടും എന്തുകൊണ്ട് നമ്മളെ നിയമം ഇവരെ കാണുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ ഓക്കെ, ബായ്.